ശബരിമലയിൽ തീർത്ഥാടക തിരക്ക് തുടരുകയാണ്. ഇന്നലെ മാത്രം 1,00,000-ലധികം ആളുകളാണ് ശബരിമലയിൽ എത്തിയത്. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിൻ്റെ വാർഷിക ദിനം കണക്കിലെടുത്ത് ശബരിമല സന്നിധാനത്ത് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ടെന്ന് ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നു. സുജിത് സുരേന്ദ്രൻ ശബരിമലയിൽ നിന്ന് ചേരുകയാണ്. സുജിത്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ മുൻകരുതലുകളാണ് അവിടെ സ്വീകരിച്ചിട്ടുള്ളത്? ഇന്ന് ഭക്തജന പ്രവാഹം എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ്. ശബരിമലയിൽ കുറച്ച് ദിവസങ്ങളുടെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വലിയ രീതിയിലുള്ള തിരക്ക് ദൃശ്യമാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഉഷപൂജ സമയമാണ്, അതുകൊണ്ട് തന്നെ ഫ്ലൈ ഓവർ കവിഞ്ഞും വലിയ രീതിയിലുള്ള തിരക്കാണ് ദൃശ്യമാകുന്നത്. ഇന്നലെ രാത്രി 9 മണി വരെ ഏതാണ്ട് 99,677 പേരാണ് ദർശനം നടത്തിയത്. അതിനുശേഷം 11 മണിയോടുകൂടി 1 ലക്ഷം കവിയുകയും ചെയ്തു. ഈ ബാബറി മസ്ജിദ് ദിനവുമായി ബന്ധപ്പെട്ട് ഈ 5-6 തീയതികൾ, അതായത് ഇന്നലെയും ഇന്നും ശബരിമല സന്നിധാനത്തും പമ്പയിലും അതുപോലെ നിലയ്ക്കലുമെല്ലാം തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ, അധിക സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ദിവസങ്ങളിൽ രാത്രി 11 മണിക്ക് നട അടിച്ചു കഴിഞ്ഞാൽ ഭക്തർക്ക് 18ാം പടി കയറാൻ അനുവദിക്കില്ല. മറ്റുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ഇവരെ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി 18ാം പടി കയറി ഇവർക്ക് ഇറങ്ങാൻ സാധിക്കും. പിന്നീട് സിവിൽ ദർശൻ വഴിയാണ് ഇവർക്ക് ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കാറുള്ളത്. എന്നാൽ ഈ ദിവസങ്ങളിൽ, അതായത് ഇന്നലെയും ഇന്നും ഇത്തരത്തിലുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ്. നട അടച്ച ശേഷം ഈ തിരുമുറ്റത്തും പരിസരത്തും ഒക്കെ തന്നെ കേരള പോലീസിന്റെ ആന്റി സബോട്ടേജ് ടീം പരിശോധന നടത്തുന്നുണ്ട്. നടയടച്ച ശേഷം വരുന്ന ഭക്തർക്ക് നടപ്പന്തലിലെ ക്യൂവിൽ കാത്തു നിൽക്കണമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം അടുത്ത ദിവസം മാത്രമാകും ഇവർക്ക് ദർശനം നടത്താൻ കഴിയുക. ബോംബ് ഡിറ്റക്ഷൻ സംഘം അടക്കം സന്നിധാനത്ത് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ജീവനക്കാരുടെ ബാരക്കുകൾ ഉൾപ്പെടെ അവരുടെ താമസ സ്ഥലങ്ങളിലൊക്കെ തന്നെ കർശനമായ പരിശോധനയും നടത്തുന്നുണ്ട്. തിരിച്ചറിയൽ കാർഡോ രേഖകളോ ഒന്നുമില്ലാതെ സ്റ്റാഫ് ഗേറ്റ് വഴി അടക്കം ആളുകളെ കടത്തിവിടില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു രേഖകളുമില്ലാതെ, അതുപോലെ ജീവനക്കാരുടെ ഒക്കെ തന്നെ രേഖകൾ കൃത്യമായി പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നടപ്പന്തലടക്കം സ്കാനറുകളൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് നടത്തുന്നത്. ഇരുമുടിക്കെട്ടുമായി വരുന്ന ഭക്തരെ പരിശോധിക്കുന്നതിൽ ചില പരിമിതികളുണ്ട്, പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ സംശയം തോന്നുന്ന ആളുകളെയൊക്കെ തന്നെയാണ് പരിശോധന നടത്തുന്നത്. സന്നിധാനത്തേക്ക് എത്തുന്ന ട്രാക്ടറുകളുടെ നീക്കവും 2 ദിവസത്തേക്ക് നിയന്ത്രിച്ചിട്ടുള്ളതാണ്. അതായത് ട്രാക്ടറുകളിൽ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കിയാണ് സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. അതുപോലെ തന്നെ പുല്ലുമേട് വഴി വരുന്ന ഭക്തരുണ്ട്. ആ ഭക്തരുടെ എണ്ണത്തിലും വലിയ രീതിയിലുള്ള വർധനവ് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ 2000 വരെയായിരുന്നു ഇത്തരത്തിൽ എത്തുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അത് 3600-ലേക്ക്, ഇന്നലെ മാത്രം 3600 പേരാണ് പുല്ലുമേട് വഴി എത്തിയിട്ടുള്ളത്. ഇവർക്കും സന്നിധാനത്തേക്ക് എത്തുന്നതിനുള്ള പ്രത്യേക ക്രമീകരണങ്ങളുണ്ട്. ഏതായാലും ഇന്ന് കേരള പോലീസും അതുപോലെ തന്നെ കേന്ദ്രസേനയുടെ വിവിധ വിഭാഗങ്ങളും ഒക്കെ ചേർന്നുകൊണ്ടുള്ള റൂട്ട് മാർച്ച് നടത്തും. ഇന്നലെയും ഇത്തരത്തിൽ റൂട്ട് മാർച്ച് നടത്തിയിരുന്നു. ഏതായാലും സന്നിധാനവും പരിസരവും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള കനത്ത സുരക്ഷയിലാണ്. പ്രത്യേക നിരീക്ഷണങ്ങളും പ്രത്യേക ക്രമീകരണങ്ങളും ഒക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഭക്തർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ദർശനം നടത്തുന്നുള്ള ഒരു സൗകര്യങ്ങളും ദേവസ്വം അധികൃതരും ഒപ്പം കേരള പോലീസും കേന്ദ്ര സേനകളും ഒക്കെ തന്നെ ചേർന്ന് ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സുജിത് സുരേന്ദ്രൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.